എന്താ അറിയില്ല. ഷാമിലില്ലേ ഗൈസ്, നാളെ ഷാമില് ബിരിയാണി വെക്കാൻ പോകും. അത് നേരത്തെ നമ്മൾ അൽബേക്ക് സംസാരിച്ചു. ബിരിയാണി കഴിക്കും രാത്രി. അത് കുറച്ചുണ്ടാവും, ടേസ്റ്റ് നോക്കാനുണ്ടാവും. അല്ലാണ്ട് 3 പ്ലേറ്റ് ഉണ്ടാവും. അത് രാത്രി ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, എന്നെ പിക്ക് ചെയ്യുക, ഇവൻ അപ്പോഴേക്കും അത് ചെമ്പിലാക്കി വെക്കും. അത് എൻ്റെ റൂമിൽ പോവാ. ഓക്കെ, ജീവനോടെ ഉണ്ടായാൽ എനിക്ക് നല്ലത്. മക്കളെ നോക്ക്, ഇവൻ ജീവിതത്തിൽ ഇതൊരു ചോറ് പോലും വെച്ചില്ല. അങ്ങനത്തെ ഇവൻ്റെ റൂമിലുള്ളവരോട് പറഞ്ഞിട്ടാണ് ഓൻ ബിരിയാണി ഉണ്ടാക്കൂ, ചിക്കനും അരിയും മാറ്റി വെക്കാൻ. ഇവനെക്കാട്ടി വലിയ സൈക്കോ ലോകത്ത് വേറെ ആരുമില്ല. ഇനി നാളെ ബിരിയാണി ആട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ വേറൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചരാ. ഇതാ നോക്ക്, 2 ബഗടന്മാർ ഇതാ കണ്ടോ, കാത്തു നിൽക്കുന്നുണ്ട്. എന്താ മക്കളെ പരിപാടി? എന്തോ പരിപാടി ഉണ്ടോ? ബിരിയാണി സെറ്റായോ? പിന്നെ അവിടെ പോയി തിന്നണോ ഗൈസ്? അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേനോ ബിരിയാണി, ഷാമിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകണ്ടെന്ന്. ഷാമിലിൻ്റെ ബിരിയാണിയൊക്കെ സെറ്റായിക്കണ്. ഇനി കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് സലാസിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ എന്താക്കും? ഹലോ പറ ഗൈസ്, ഇത് ബാക്കിൽ നോക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബിരിയാണി തിന്നാൻ പോകും. അല്ല, ഇടിവെട്ട് ബിരിയാണി, ഇടിവെട്ട് സുഗുണം എന്ന് പറഞ്ഞ മാതിരി ഇടിവെട്ട് ബിരിയാണി തിന്നാനുണ്ട്. അത് തിന്നിട്ട് ബാക്കി ടേസ്റ്റും കാര്യങ്ങളും പറയാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കറങ്ങിത്തിരിയലുണ്ട്, എൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകും. ഷാമിൽ റൂമിലേക്കാണല്ലോ സലാസിൻ്റെ? അവിടെ കൊണ്ട് വെച്ചോ? ഉച്ചക്ക് സെറ്റ്. ഞാൻ തീർന്നു ഇതാ ചെമ്പ് കണ്ടിട്ട്. പോടാ, ഇജാതി സ്നേഹം. ഇവനെ ഓരപ്പരം കുക്ക് ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞാൽ ബിരിയാണി തിന്ന് അതിന് 2 കൂടികളൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്തോ. അതേതായാലും അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ യാത്ര ഇതാ തുടങ്ങിയിരിക്കുകയാണ്. എന്താ പറഞ്ഞേ? ഇന്നോ അതിനോട് എന്തോ പറഞ്ഞല്ലോ. ഒരാൾക്ക് എന്ത്? ഒരാൾക്ക് അത് ചെകിട്ടതൊന്നാണ് തരുമോ? ഒരാൾക്കുള്ള ചോറായിട്ട് വന്നിക്കണോ അവന്? എടാ, എന്നാ 2 പാത്രം എടുത്തൂടെ? 2 പാത്രം എടുത്തൂടെ? അയ്യോ, അപ്പോൾ ഇത് പട്ടിരിയ ഗൈസ്. സീനില്ല. റൂമിൽ പോയിട്ട് പിന്നെ ചപ്പാത്തി തിന്നാം. സംഭവം തൽക്കാലം ടേസ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ എന്തായാലും അത്രയും ഡയല പഠിച്ച് പോയി ഉണ്ടാക്കിയാണല്ലോ, എങ്ങണ്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ പോവുകയാണ്. ബാക്കി എന്തെങ്കിലും വെറൈറ്റി വിശേഷങ്ങളുണ്ടെങ്കിൽ കാണാം. ഓക്കെ മക്കളെ, വേറൊരു സംഭവം ഉണ്ട്. ഇന്ന് ഷാമിൽ ഇതാ ഓൻ്റെ പോലീസിൻ്റെ വാച്ച് ഇതാ കൊണ്ടുവന്നിക്കണ്, ഇട്ട് വന്നിക്കണ്. കാണിക്കും നോക്കട്ടെ. എങ്ങനെ തിരിച്ച് കാണിക്കുക? അതാ അങ്ങനെ കാണും. ഈ വെച്ചോ ഈ നേരത്തെ അങ്ങനെ തന്നെ വെച്ചോ. ഇതാണ് ഗൈസ് സാധനം, കാണുന്നുണ്ടോ? അങ്ങനെ വെച്ചോ. 7 സ്ട്രാപ്പോ? പോലീസാണ് ഗൈസ്, പോലീസാണ്. സംഭവം വണ്ടി കുറച്ച് ഇളകുണ്ട്, അതുകൊണ്ട് കാണില്ല. എന്നാലും ഇനി എത്ര ഷാമിലെ ഉള്ള പോലെ വെയിറ്റ് എത്ര? 65 ദിനാറിന്റെ സാധനം 42 ഇന്ത്യൻ റുപ്പീസ്. INR ആക്കി 285 into 40. ഒരു 15,000 വാശകട്ട ഷാമിൽ തിരിഞ്ഞളിക്കുക. നിങ്ങൾ വിചാരിച്ച കളിയല്ല, മനസ്സിലായില്ലേ? അതും പോലീസിന്റെ സാധനം. സലാസൈനടുക്ക് വേറെ എന്തോന്ന് പറഞ്ഞു. അതാണ് വണ്ടി കുലുങ്ങണെന്നാണ് പറയണത്. വാച്ച് കാണില്ലല്ലോ നിങ്ങള്. വണ്ടി കുലുങ്ങാൻ കാരണം ഇതാ ഈ നശിച്ച റോഡാണ് എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഈ റോഡ് ഒരു പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ റോഡ്. നമ്മള് താമസിക്കുന്ന സ്ഥലം പറയുന്ന അവർക്ക് കുവൈറ്റിൽ താമസിക്കാത്ത സ്ഥലം അത്. അതെ, ഇത് അജ്നബീസ്, എക്സ്പാറ്റ്സ്, അതായത് നമ്മൾ. അതുകൊണ്ട് നമ്മൾ കുവൈറ്റിൽ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അടിപൊളി റോഡ്, കിണ്ണ റോഡുകൾ കാണാം, കിണ്ണ വണ്ടികളും കിണ്ണ റോഡുകളൊക്കെ കാണാം കുവൈറ്റിൽ മന്ദക്കികളിൽ പോയാൽ. അതാണ് അപ്പം പറഞ്ഞു വരുന്നത്. ഈ കുലുക്കം അതുകൊണ്ടെന്നാണ് അവൻ്റെ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു ദൃഹശസ്യം. മനസ്സിലായോ? വാച്ചൊന്ന് ഒന്നുകൂടി കാണിച്ചോ? സീനില്ല. 7 സ്ട്രാപ്പടോ? അതാ ഇങ്ങനെ നിക്കണേലേ, വെറുതല്ല. വന്നപ്പോ ടൊർണാഡോ ഈ എടുത്തു. നമ്മള് പാവതോക്ക് ലോക്കൽ വാച്ച്. ഞാൻ 4 കിട്ടാൻ നടക്കണ. ഇവര് 10 ഒക്കെ എത്ര ചെയ്യാന്ന് പറ. എന്താണ് ഉസ്താദിന്റെ എന്തോ ഒരു കഥ ഉണ്ടല്ലോ, പറയട്ടെ. വിവാദം ഒന്നാലും ഈ പറഞ്ഞോട്. എന്നാ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായ കഥ പറയും. സൂപ്പർ മാർക്കറ്റിലെ കഥ എന്തിനാണ് വിവാദമാണ്? അന്നെന്തിനാ മസ്രി ഈജിപ്ഷ്യൻ ചീത്തറിന്? പിന്നെ അറിയടോ ഷാമിലെ, എന്തിനാ മൂപ്പരെന്താ എന്നെ പറയും? എന്താ ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്?
പൊട്ട എന്താ പറയാത്തേ കഥ പറയ്. അതന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ നടന്നേ പറയ്. എന്ത് ചില്ലി കാര്യം? നല്ല കോമഡി ഉണ്ടായല്ലോ, നല്ല കോമഡി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറയില്ലടാ സലാസേ. ഇപ്പൊ എന്തങ്ങനെ ഒളിച്ചിക്ക ക്യാമറ? ഏത് എൻ്റെ അല്ല എക്സ്പീരിയൻസ് ഈ പറയുമ്പോ രസോ ഈ പറയില്ല. ഇങ്ങനെ ചെരപ്പേശ ഗൈസ്. അങ്ങനെ നമ്മള് അയ്യോ അപ്പൊ കറക്റ്റ് തിരിച്ച് അങ്ങനത്തെ റോഡിൽ തന്നെ എത്തിയല്ലോ മക്കളെ. അങ്ങനെ സലാസിന്റെ പണിയൊക്കെ തീർത്ത് 1-2 സ്ഥലത്ത് സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്ത് സലാസിന്റെ റൂമിലേക്ക് എത്താണ് ഗായ്സ്. ഷാമിൽ ഉണ്ടാക്കിയ ബിരിയാണിയും കുറച്ച്, പിന്നെ സലാസിന്റെ ഉച്ചക്കുള്ള റൂമിലെ മജ്ബൂസും ഉണ്ട്. എല്ലാം കൂടി സെറ്റാക്കി അടിക്കണം. നല്ല വിശപ്പുണ്ട്. ഞാൻ ലൈവും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എനിക്കാണ് വിശന്നിട്ട് തലവേദന തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാ എന്നിവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു, നമ്മൾ പോകുന്നു, അടിക്കുന്നു, എന്നിട്ട് പിന്നെ ബാക്കി അതിനുള്ളിൽ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും ഗൈസ് അതാ നമ്മളങ്ങനെ സലാസിൻ്റെ ഫ്ലാറ്റിൽ എത്തി. റൂമിലേക്ക് കയറാണ്. മോനെ വിശക്കണോ അയ്യോ. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്. ഏതാ ഫ്ലോറ്? 3rd ഫ്ലോറിലാണ് സലാസിൻ്റെ റൂം ഗൈസ്. ലെറ്റ്സ് ഗോ. നല്ല സ്മെല്ല് ഇവിടെ. ഏതോ ഉസ്താവ് പോയിക്കണം. കേരള ഹൗസ്. ലെറ്റ്സ് ഗോ. ഇതാ മോനെ നമ്മളെത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്ഥലം ഇവിടെ ഇവിടെ ആരൊക്കെ എടുക്കണ്ടോ? കിടക്കാനുള്ള സെറ്റപ്പില്ലേ? കാരണം സലാസിൻ്റെ റൂമിലെത്തി കഴിച്ച് ഇനി ഫുഡിൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ഫുഡിൻ്റെ സെറ്റപ്പിലേക്ക് നീങ്ങണം. ഒക്കെ എടുത്ത് സെറ്റപ്പാക്കി വെക്കട്ടെ. ലെറ്റ്സ് ഗോ. മക്കളെ ഇതാണ് ഷാമിലുണ്ടാക്കിയത്. ഷാമിലിൻ്റെ ചിക്കൻ ബിരിയാണി. ഇതാ ഇന്നലെ പറഞ്ഞില്ലേനോ, അതാ അത്. നമുക്ക് വേണ്ടി ഓരോ സെപ്പറേറ്റ് ടിഫിനിലെടുത്തത്. ഇതിനെ ഒന്ന് ചൂടാക്കട്ടെ. സാധനം ഇട്. ചോറെടുത്ത് ഒറ്റ തട്ട് പ്ലേറ്റിലേക്ക്. എന്തോരം അവിടെ ചെരുപ്പൊക്കെ ഉള്ളത്. കിച്ചൺ ഓവല്ല. അങ്ങനെ ചൂടാക്കണോ? അതൊക്കെ എന്താ ബ്ലാക്ക് ആൻഡ് ഡക്കർ? ഇതിനുള്ളിൽ ഫോയിൽ തന്നെ മാറ്റിയില്ലല്ലോ ഒരാള്. ഓ ചെമ്പ് വലുത് ഒരു പിടി ചോറിടാൻ. അത് ചൂടാൻ ഒരാഴ്ച എടുക്കൂ. ചൂടാക്കണം. എൻ്റെ അമ്മ. ഷാമിലൊക്കെ 2 ടിഫിനിലെടുത്ത് മാറ്റിക്കൂടെ ഷാമിലെ? അത് വെള്ളമുണ്ട്. കോത്തിയിടുന്നു. ഇത് തിന്നും കാനി വേഗം പോയി. ഞാനിപ്പോൾ റൂമിലുള്ള ചപ്പാത്തി നിന്നിരുന്നാലും ഇപ്പോൾ വിശപ്പടങ്ങും. മജ്ബൂസൊക്കെ സ്വപ്നം കണ്ട് വന്നതാ മൂഞ്ചി. പിന്നെ പ്ലാൻ എന്തെന്ന് പറഞ്ഞാൽ ബിരിയാണി കുറച്ചേ ഉള്ളൂ ഒരു ടിഫിന്. ബാക്കി മജ്ബൂസ് ഉണ്ടായിനി. അപ്പം മജ്ബൂസും ബിരിയാണി കൂടി മിക്സാക്കി അടിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. നോക്കുമ്പോൾ മജ്ബൂസ് കാണില്ല. അത് മൂഞ്ചി ഉണ്ടോ? ഇനിയിപ്പോൾ എന്തേ ഉള്ളൂ ഗൈസ്. ചൂടാവട്ടെ, നല്ലോണം ചൂടായിട്ട് ബാക്കി നോക്കാം. ഓ കഴുകണൊക്കെ നോക്ക്. അവൻ്റെ ടിഫിനോ സെറ്റാക്കിയൊക്കെ നാളെ പണിക്കാൻ പാടില്ലാന്ന് ഈ കണ്ടോ ഓർഡർ ചെയ്യും. അത് അപ്പുറത്ത് ആടുള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ലെന്നുണ്ട്. ഈ കുറച്ചട്ടോ അടി പിടിക്കണ്ടേ ഇനി ഉള്ളതും കൂടി. സലാസ് ദ കുക്ക് ഫുള്ള് കൈ സെറ്റാക്കി എടുത്തുണ്ടാവും അവൻ്റെ ടിഫിന്. എന്നാൽ പിന്നെ 2 ടിഫിൻ എടുത്തേക്കാം. ചൂടൊന്നും ആയിണ്ടാവില്ല ഇപ്പോൾ. അടിച്ച പ്ലേറ്റിലേക്കൊക്കെ കഴിച്ച് ചൂടാക്കി ഒരു പ്ലേറ്റിൽ എല്ലാവരും കൂടി അടിക്കാനാണ് പ്ലാന്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്നാലും ഇതുവരെ ഒരു പ്രാവശ്യം പോലും ബിരിയാണി വെക്കാത്ത ഷാമിൽ
ഈ ബിരിയാണി എങ്ങനെ വെച്ചെന്നുള്ളത് ഭയങ്കര രഹസ്യ ഗൈസ്. ബിരിയാണി ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഈ നെയ്ച്ചോറ് സാധനം കൂടെ വെക്ക്. ആ വരി ആ സെറ്റായി. കമോൺ ലെറ്റ്സ് ഗോ. ഷാമിലൊരു പൊടിയും തരൂലേ? എന്നിട്ട് വയറുവേദന. എന്നാ പിടി ഷാമിലേ, ടേസ്റ്റ് എടുന്നാ പിടി മക്കളെ. ഇതാണ് അപ്പം ബിരിയാണി. കണ്ടില്ല അറിയണ്ട. ടേസ്റ്റ് നോക്കാണ്. ഒരു പീസ് ചിക്കൻ എടുക്കാം. ഓ നല്ല സോഫ്റ്റ് പീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാ ഇതിൻ്റെ? വിശപ്പുള്ളതുകൊണ്ടാണോ അറിയില്ല, പക്ഷെ ഉപ്പ് കുറച്ച് കൂടുതലല്ലേ? വിശന്നിട്ടാന്നുകൊണ്ട് വിശപ്പോണ്ടാ. എന്നാ ഈ തിന്നേ അയച്ചോ, വെറുതെ തിന്നു. നല്ല സാധനം, സൂപ്പറല്ലേ? സംഭവം കഴിച്ച് വിചാരിച്ചോ നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളിന്ന് അത് തീർക്കട്ടെ. കമോൺ കൈയിട്ടോളി, കഴിച്ചൂട്. തക്കാളി ഇടാണ്ട വെച്ചത്. പിന്നെ ഇവൻ്റെ ഗുരു ഷാൻജിയോ ആണ്, അത് പറയാൻ പറഞ്ഞത്. നമ്മളെല്ലാവരെയും പ്രവാസികളെല്ലാവരെയും ഗുരു ഷാൻജിയോ ആ. ഗൈസ് ഇതാ മറ്റേ ഇവന് സലാസ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോകാൻ നല്ല ഇട്ടിവെട്ട് മുറുക്കുണ്ട്, വലിയ മുറുക്ക്. അതൊക്കെ അതിൻ്റെ അടുത്ത് ഇത് വടിച്ചിട്ടാ ഗൈസ്. ഒരു രക്ഷയില്ല ചെക്കൻ്റെ ബിരിയാണി. ഇത് കുക്ക് നേരം കുക്ക് ഇതാണ് ഗൈസ്. കുക്ക് ഷാൻജിയോൻ്റെ കണ്ട് ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് ടൈം ബിരിയാണി. നല്ല സൂപ്പർ ബിരിയാണി. ഇതെന്താടാ പൊളിയൂലേ എൻ്റെ അമ്മ. പൊട്ടിക്കും തിന്നൂടും. ASMR അത് മൈക്കിനടുത്ത് നിന്നതോ. ഒന്നുകൂടി കടി ഒറ്റ കടി കടി ASMRന്. ടൈമനെ. അപ്പം ഗൈസ് ഇന്നത്തെ ബിരിയാണി ഇവൻ്റ് അങ്ങനെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിച്ചൊന്നും മജ്ബൂസ് കിട്ടിയില്ല. ബിരിയാണി ഉണ്ടതിന് ആ ഒന്നരണ്ടാവും കഴിച്ച്. ഷാമിന് കൊടുത്തില്ല. ഷാമിന് ഉച്ചക്ക് നല്ലോണം തിന്നണ്. അത് നിന്ന് മസ്തായി ഉറങ്ങിയതാ. അതുകൊണ്ട് തോന്നില്ല അല്ലേ? ഉറങ്ങിനോ? ഉറങ്ങി അടിച്ചിട്ട് ഉറങ്ങി. പിന്നെ പണിച്ച് 1 മണിക്കൂറോ? ഞാൻ 1 മണിക്ക് കഴിച്ച് 3:45 വരെ ഞാനും 1:45 കിടന്ന്. പിന്നെ 4 മണിക്കാണ് ഞാൻ എണീച്ചത്. ഒരു 2 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നെട്ടി എണീച്ചും കളിക്കും. ഞാനൊരു 3:30 ഉറങ്ങിയിട്ട് 4:15. ഈ 3 മണിക്കൂർ 9 മണിക്ക് എണീച്ച്. പിന്നെ ഇപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞതോ? 1 മണിക്കൂർ എന്ന് പറഞ്ഞത് എന്താ? ഉറങ്ങി 1 മണിക്കൂർ ഉറങ്ങിയുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം പിന്നെ ഉറങ്ങിയോ? എപ്പോ? എത്ര മണിക്ക്? ഇന്നലെ രാത്രി 1 മണിക്കൂർ ഉറങ്ങിയുള്ളൂ എന്നാ പറഞ്ഞേ. 1 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. പിന്നെ ഇപ്പൊ 9 മണി വരെ ഉറങ്ങിയെന്ന് പറഞ്ഞതാ. ആ അതില്ലേ. അപ്പൊ ഗൈസ് അതായിരുന്നു ഇന്നത്തെ ബ്ലോഗ്. അപ്പൊ ഗൈസ് ബൈ പറയൂ.
ടാറ്റ ബൈ ബൈ. വേറൊരു ബ്ലോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഗോ.